കർത്താവിന്റെ വലിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവം തരുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. അനേക പുതുതലമുറകൾ പാപത്തിന്റെ വഴിയിൽ ലോകത്തിന്റെ ഇമ്പപ്രകാരം മാതാപിതാക്കളെ അനുസരിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ തലമുറകൾ കുഞ്ഞുങ്ങൾ 4 പേർക്ക് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിനോട് ചേരുവാനുള്ള അവസരം കർത്താവ് കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മൾ സഭായോഗമായി കൂടി വന്നിരിക്കുകയാണ്. സഭായോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് തിരുമേശയിലെ ശുശ്രൂഷയാണ്. നമ്മൾ ആരാധിക്കുന്നു, പാട്ടുപാടുന്നു, പ്രസംഗം കേൾക്കുന്നു, സാക്ഷ്യം പറയുന്നു. ഇതൊക്കെ ആരാധനയുടെ ഭാഗങ്ങളാണെങ്കിലും സഭായോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ കർത്താവിന്റെ മേശയാണ്. മലയാളികളായ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ എല്ലാ ദൈവമക്കളും തിരുമേശയെ കുറിച്ച് ഉപദേശത്തിൽ നിന്ന് നല്ല അറിവുള്ളവരാണ്. അതുകൊണ്ട് ഉപദേശ വിഷയങ്ങൾ മുഴുവൻ ഇന്ന് പ്രസ്താവിപ്പാൻ ഞാൻ സമയമെടുക്കുന്നില്ല. പ്രാരംഭത്തിൽ ചില നിമിഷങ്ങൾ കർത്താവിന്റെ മേശയെ കുറിച്ചൊരു ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി, പ്രത്യേകിച്ച് സ്നാനമേറ്റ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുവാൻ, ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ശരണപ്പെടുന്നു. ദൈവസഭയ്ക്ക് സർവശക്തനായ ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ നമ്മൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഒരു കർമ്മമാണ് തിരുമേശ. 2 കർമ്മങ്ങൾ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അപ്പോസ്തലപ്രവൃത്തിയുടെ 8-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും. അന്ന് ആ പ്രസംഗം കേട്ടവർ 3000 പേർ സ്നാനമേറ്റ് സഭയോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി. അപ്പോൾ സ്നാനപ്പെട്ട സഭ, കർത്താവിനോട് ചേർന്ന സഭയ്ക്കാണ് തിരുമേശ സ്ഥാപിച്ചു തന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതലിന് അനുഷ്ഠിക്കുവാൻ സർവശക്തൻ തന്റെ കരങ്ങളാൽ സ്ഥാപിച്ചു നൽകപ്പെട്ടിരിക്കുന്ന ഈ മഹത്വമേറിയ സ്ഥാപനം ഇന്ന് പകർത്താൻ നമ്മുടെ മുൻപിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട, നാം ഓർക്കേണ്ട ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ശുശ്രൂഷ നിർത്തി കർത്താവിന്റെ ദാസത്വമുള്ള ശുശ്രൂഷ നടത്തുന്നതായിരിക്കും. 116-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. യഹോവ എനിക്ക് ചെയ്ത ഉപകാരം എന്താണ്? ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത ഉപകാരം എന്ന് പറയുന്നത് നമ്മളെ ഈ ദേശത്ത് കൊണ്ടുവന്നതല്ല, ഇവിടെ നല്ല ജോലി തന്നതല്ല, ബിസിനസ് തന്നതല്ല, നല്ല മക്കളെ തന്നതല്ല, ആരോഗ്യം തന്നതല്ല. അതൊക്കെ ഒരു ഭാഗമാണ്. എന്നാൽ നമുക്ക് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് പറയുന്നത് പാപത്തിന്റെ അന്ധകാരത്തിൽ ചേറ്റുകുണ്ടിൽ ഇടന്നിരുന്ന എന്നെയും നിങ്ങളെയും കാൽവറിയിൽ രക്തം തന്ന ശരീരം മുറുക്കി വീണ്ടെടുത്ത മക്കളും അവകാശികളുമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവം ചെയ്ത ഉപകാരം. അതിനാണ് നാം ദൈവത്തിന് പകരം കൊടുക്കേണ്ടത്. എന്താ പകരം കൊടുക്കുവാനുള്ളത്? നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? നമ്മുടെ സമ്പത്ത് അവരുള്ളതാണ്. കാട്ടിലെ 1000 മൃഗങ്ങൾ, ആകാശത്തിലെ കോടാനുകോടി പക്ഷികൾ, സമുദ്രത്തിലെ മുഴുവൻ മത്സ്യങ്ങൾ, ഈ ഭൂമിയിലെ മുഴുവൻ ധാതു പദാർത്ഥങ്ങളെല്ലാം സർവശക്തന്റെ കരവിരുതാണ്. അവന്റെ അവകാശത്തിൽപ്പെട്ടതാണ്. അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഒക്കെയില്ല.
അപ്പോൾ നമുക്ക് കൊടുക്കുവാൻ പറ്റുന്നത് എന്താണെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് നമ്മെ രക്ഷിച്ച കർത്താവിനെ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ നീ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി നീ കാൽവരിയിൽ യാഗമായി തീർന്നു എന്നുള്ളത് സ്തോത്രം എല്ലാവരും കാണുകയും കേൾക്കുകയും പ്രസ്താവിച്ച അനന്തരം വേണം ഇതിൽ നിന്ന് നാം രക്ഷിക്കാൻ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നാം സ്ഥിരമായി വായിക്കുന്ന ആ ഉപദേശത്തിൽ പൗലോസ് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്ത് എന്തെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് താൻ സ്തോത്രം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, എന്താണ് ഈ മേശമേൽ ഭാഗവാക്കുകളാകുമെന്ന യോഗ്യത? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ല, പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അത് പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവർക്കും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയുള്ളവർക്കും തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിലും വേർപാടിലും പാലിച്ചവർക്കും ഈ തിരുമേശയിൽ ഭാഗവാക്കിലാകുവാൻ അവകാശമുണ്ട്. സ്തോത്രം, അവർക്കതിന് യോഗ്യതയുണ്ട്. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത് സ്തോത്രം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് തിന്നുവാൻ, ഈ പാനപാത്രത്തിൽ കുടിക്കുവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്തോത്രം, സമയത്തിന്റെ പരിമിതിയോട് ഓടിച്ചു പറയുകയാണ്. അതിന്റെ അർത്ഥം ഇതാണ്. നാം ഈ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ബലഹീനതകൾ ഉണ്ടാകും, നമ്മുടെ നോട്ടത്തിൽ ചിന്തയിൽ കൊടുക്കുവാങ്ങലുകളിൽ ഒക്കെ ബലഹീനതകൾ ഉണ്ടാകും. ഇത് ഭയഭക്തിയോടുകൂടെ അനുഷ്ഠിക്കേണ്ട ഒരു കർമ്മമാണ്. ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണം. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ പ്രവൃത്തിയിൽ, നോട്ടത്തിൽ, വാക്കുകളിൽ എന്തെങ്കിലും ബലഹീനതകളുണ്ടോ? എല്ലാം ഒന്നും ചിലപ്പോൾ നമുക്ക് ഓർമ്മ വന്നെന്നിരിക്കുകയില്ല. ദൈവസന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് സ്തോത്രം, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ ഇന്നും പര്യാപ്തമാണ്. സ്തോത്രം, പിശാച് നമ്മളോട് പറയും നീ പാപിയാണ്, നിനക്ക് രക്ഷയില്ലെന്ന് പറയും. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് സ്തോത്രം, അവന്റെ രക്തത്താലുള്ള കഴുകൽ ലഭിക്കും. ആകയാൽ ആ കഴുകലിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയും അപ്പോൾ തന്നെ ഓർമ്മ വരുന്ന തെറ്റുകൾ, സ്തോത്രം, ഓർമ്മ വരുന്നതൊക്കെയും ഏറ്റുപറയണം. ഈ മേശയ്ക്ക് മുമ്പ് നാം ഏറ്റുപറഞ്ഞ് ദൈവസ്ഥനെ നിരപ്പ് പ്രാപിക്കണം. നാം സഹോദരന്മാരോട് കയർക്കാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതൊക്കെ ഒരുപക്ഷെങ്കിൽ ദൈവസ്ഥനിൽ പാപമായി തീർന്നിരിക്കാം. സ്തോത്രം, അത് നമ്മുടെ ഉള്ളിൽ ബോധ്യം വരുന്നെങ്കിൽ, കർത്താവേ, ഞാൻ ഈ മേശ എടുത്തതിന് ശേഷം ഇപ്പോൾ അതിനുള്ള അവസരമല്ലാത്തത് കൊണ്ട് ഞാൻ എന്റെ സഹോദരരുമായി നിരന്നുകൊള്ളാം എന്ന് ദൈവത്തോട് പറയണം. അങ്ങനെ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ വേണം ഇതിലേക്ക് പ്രവേശിക്കാം. അടുത്ത ഭാഗത്ത് നാം ഇങ്ങനെ വായിക്കും, ശരീരത്തെ വിവേചിക്കാൻ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. എന്താണ് അതിന്റെ അർത്ഥം? പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തെ നമുക്ക് വിവേചിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ ശരീരത്തെ പരിശോധിക്കാൻ പറ്റും, നമുക്ക് നമ്മളെ പരിശോധിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരിക്കുന്നതാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളെ സ്മരിക്കണം. ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പമുണ്ടല്ലോ, ഗോതമ്പ് മണി ചക്കിൽ ചതഞ്ഞ് പൊടിഞ്ഞ് തീയിൽ വന്ന് അപ്പമായി പുറത്തു വന്നതുപോലെ സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം എനിക്ക് വേണ്ടി സഹിച്ച പീഡനം ഞാനൊന്ന് ധ്യാനിക്കും. നമ്മൾ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കാതെ ഈ മേശയിൽ പ്രവേശിക്കുന്നു. അത് പാപമാണ്. അത് നിമിത്തം നിങ്ങളിൽ ചില രോഗികളും നിങ്ങളിൽ ചിലർ മരണത്തിന് കാരണമായി തീരും. നിരുത്തരവാദിത്വപരമായി, ശ്രദ്ധ കൂടാതെ, അലക്ഷ്യമായി ഈ മേശയിൽ സംബന്ധിക്കുന്നവർ പാപം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിന്റെ കഷ്ടാനുഭവത്തെ ധ്യാനിക്കണം. അവന്റെ രക്തം എനിക്ക് വേണ്ടി ഊറ്റി തന്നതിനെ ധ്യാനിക്കണം. നമുക്ക് അല്പസമയം കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താണഭൂമിയിലേക്ക് വന്നു. 33 തിരുവയസ്സിൽ തന്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് ഗെത്സമനയിൽ പ്രാർത്ഥിപ്പാനിരിക്കും വേളയിൽ മാനവർഗത്തിന്റെ പാപമേറിയ കൈപ്പേറിയ പാനപാത്രം
അവന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ടിട്ട് അത് കുടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന നമ്മുടെ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ വിട്ട് നീങ്ങിപ്പോകണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച അനന്തരം അവൻ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പോയി. അവർ ഉറങ്ങുന്നത് കണ്ടവരെ ശാസിച്ചു. അല്പസമയം എന്നോടുകൂടെ ഉണർന്നു പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞിട്ട് മടങ്ങിച്ചത് വീണ്ടും മുഴങ്ങാൻ മടക്കി. ആ പാനപാത്രം നിൽക്കുന്നത് കണ്ടിട്ട്, ഞാൻ കുടിച്ചിട്ടല്ലാതെ ഇത് നീങ്ങിപ്പോയില്ലെങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് ആ പാനപാത്രം മട്ടോളം വലിച്ചു കുടിച്ചു. അവന്റെ രക്തധമനികൾ പൊട്ടി, അവന്റെ രോമകൂപങ്ങളിലൂടെ രക്തം വിയർപ്പ് തുള്ളിയായി താഴേക്ക് വീണു. അവൻ മരണവേദനയിലായി. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റു. ശിഷ്യന്മാരുടെ വരുമ്പോൾ 600-ലധികം പടയാളികൾ, റോമ പടയാളികളും യഹൂദ പുരോഹിതന്മാരും സേവകരും ചേർന്ന് നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്തു. തന്റെ സൃഷ്ടിയായ മനുഷ്യന്റെ കോടതികളിൽ 5 കോടതികളിൽ അവരെ മാറി മാറി വിസ്തരിച്ചു. പട്ടാളാസ്ഥാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു തൂണിന്മേൽ അവന്റെ കൈകൾ കൂട്ടിക്കെട്ടി അവനെ കുനിച്ചു നിർത്തി ചാട്ടവാറ് കൊണ്ട് അവന്റെ ശരീരമാസകലം അടിച്ചിട്ട് മുഴുവച്ചാലുകൾ പോലെ നമ്മുടെ കർത്താവിന്റെ ശരീരം നീളത്തിൽ കീറി മാംസം പറഞ്ഞു മാറി. പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി എന്ന് നാം വായിക്കും. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അന്നുണ്ടായിരുന്ന ഗവൺമെന്റിന്റെ പട്ടാളത്തെ മുഴുവൻ നമ്മുടെ കർത്താവിന്റെ മേൽ നമ്മുടെ ശിക്ഷ കൊടുക്കേണ്ടതിന് വരുത്തി ചാട്ടവാറ് കൊണ്ട് അവനെ അടിച്ചപ്പോൾ ഉഴവുചാലുകൾ പോലെ അവന്റെ ശരീരം നീളത്തിൽ മാംസം പറഞ്ഞു മാറി. അവന്റെ കണ്ണവർ മൂടിക്കെട്ടി, അവന്റെ കണ്ണത്തവർ അടിച്ചു. കള്ളപ്രവാചക, നിന്നെ അടിക്കുന്നത് ആർ പ്രവചിക്ക എന്ന് പറഞ്ഞവനെ പരിഹസിച്ചു. അനന്തരം അവന്റെ മുഖത്തെ രോമം അവൾ പിഴുതെടുത്തു. ഊർത്തുമൂർത്ത മുള്ളുകൊണ്ടൊരു കിരീടം മടങ്ങ് നമ്മുടെ യേശുവിന്റെ തലയിൽ അവർ വെച്ച് കോലുകൊണ്ട് അടിച്ചിറക്കി. നമ്മുടെ കർത്താവിന്റെ തലച്ചോറിനെയും ഭേദിച്ച് അതിലെ ചില മുള്ളുകൾ അവന്റെ കണ്ണിൽ കൂടെ പുറത്തു വന്നു എന്ന് ചരിത്രം പറയുന്നു. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവിനെ അവർ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചു. അവസാന വിസ്താരത്തിന് വേണ്ടി പീലാത്തോസിന്റെ കൽത്തളത്തിൽ യേശുവിനെ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ ഒരു രക്തഗോളമായി കണ്ടാൽ ആളെന്ന് പറയുവാൻ കഴിയാത്ത നിലയിൽ വിരൂപനാക്കപ്പെട്ട യേശുവിനെ അവിടെ നിർത്തി. പീലാത്തോസ് യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിക്കണമെന്ന് പറയുന്ന യേശു എന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇതാ, അവനെ ഞാൻ വെറുതെ വിടാം, ബർബാസിനെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കാം. യഹൂദന്മാർ യേശുവിനെ ക്രൂശിക്കേണ്ടതിന് വേണ്ടി നിലവിളിച്ചു. പീലാത്തോസ് ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഭാരമേറിയ ഒരു പച്ച പൈൻമരക്കുരിശ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത് എന്റെ യേശുവിന്റെ മുറിവേറ്റ ശരീരത്തിലേക്ക് എടുത്തു വെച്ചു. പ്രിയമുള്ളവരെ, മാംസം പറഞ്ഞു മാറി അസ്ഥികൾ കാണത്തക്ക പോലെ ഇരിക്കുന്ന ആ പച്ച ശരീരത്തിലേക്ക് ഭാരമേറിയ ഒരു പൈൻമര പരുക്കൻ കുരിശ് എടുത്തു വെക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന, എന്റെ യേശു എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് ആ വേദന സഹിച്ചു. അത് ചുമന്ന യെരൂശലേമിന്റെ തെരുവിൽ വീണ്ടും എഴുന്നേറ്റ് ഗോൽഗോഥയിലേക്ക് യാത്ര. കാൽവരി കുലക്കളത്തിലെത്തിയപ്പോൾ അവന്റെ തോളിൽ നിന്ന് ക്രൂശിന് താഴെയിട്ടു. അതിന്മേൽ അവനെ വളർത്തി കിടത്തി. ഊർത്തുമൂർത്ത കാരിലും പാടികൾ അവന്റെ കൈകാലുകൾ മേൽ വെച്ചു. ആരവേറിൽ ചുറ്റി കൊണ്ട് അടിച്ചിറക്കി. ആ ക്രൂശോടെ യേശുവിന്റെ ശരീരം പാറമേൽ വെച്ച കുഴിയിലേക്ക് ആഞ്ഞിട്ടു. അവന്റെ അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ടു. ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ശ്വാസം എടുക്കണമെങ്കിൽ അവൻ കാലിൽ ഊതി എഴുന്നേറ്റ് നിൽക്കണം. എന്നാൽ എന്റെ യേശുവിന്റെ അസ്ഥികളുടെ ബന്ധം വിട്ടു.
ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ശ്വാസം എടുക്കുമ്പോൾ അവന്റെ മാംസപേശികൾ വലിഞ്ഞു മുറുകും. എന്നാൽ എന്റെ യേശുവിന്റെ മാംസപേശി പൊട്ടിയിരിക്കുകയാണ്. ചാട്ടവാരികളുടെ ഉഴവുചാലുകൾ പോലെ കീറിയിരിക്കുകയാണ്. ആ ഉള്ള മാംസപേശികൾ വലിഞ്ഞു മുറുകിയപ്പോൾ ഉള്ള വേദന എന്താണ്? ഇതാണ് നാം ശരീരത്തെ വിവേചിക്കേണ്ടത്. ഇങ്ങനെയാണ് നാം ശരീരത്തെ വിവേചിക്കേണ്ടത്. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് സഹിച്ച ആ പീഡനത്തിന്റെ ഘോരത എന്തുമാത്രമെന്ന് ഞാൻ അറിഞ്ഞു വേണം ഇതിൽ ഭാഗവാന്കളാകുവാൻ. നട്ടുച്ച വെയിലത്ത് ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ കർത്താവ്, അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവ്, ആഴിയുടെ ആഴങ്ങളെ നിർമ്മിച്ചവൻ, ആകാശ ഭണ്ഡാരത്തിൽ വെള്ളം സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നവൻ, ഭൂമിക്ക് ഉറവ സൃഷ്ടിച്ചവൻ ആ ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പറ്റിവരേണ്ട ദാഹോടുകൂടെ എന്റെ ആത്മീക ദാഹം അകറ്റുവാൻ എന്റെ കർത്താവ് ക്രൂശിന്മേൽ ദാഹിച്ചു. എന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്റെ കർത്താവിന്റെ ശരീരം ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ടു. സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനെ കൈവിട്ടു. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഉറക്ക നിലവിളിച്ചവൻ പ്രാണനെ വിട്ടു. ഇത് നാം ഈ മേശയിൽ പ്രവേശിക്കുമ്പോൾ അനന്തരമേ ഇതിലേക്ക് കൈനീട്ടാൻ പറ്റുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ പീഡ സഹിച്ച നമ്മുടെ കർത്താവ് സ്നേഹത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. കൂശിന്മറവിൽ ഞാൻ വരുന്നിതായി എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക. കൂശിന്മറവിൽ ഞാൻ വരുന്നിതായി എന്നെ ശുദ്ധമാക്കിയിടുക നീ രക്ഷക.
പരിശുദ്ധ പിതാവേ, നദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കാലസമ്പൂർണ്ണ ഞങ്ങളുടെ ഓമനക്കും മാറ്റി ഞങ്ങളുടെ പാവപരിഹാരത്തിന് വേണ്ടി ഞങ്ങളെ വീണ്ടെടുക്കുവാൻ ഗതസമനം മുതൽ ഗോൽഗോഥാ വരെ ഞങ്ങളുടെ കർത്താവ് സഹിച്ചു. പങ്കപ്പാടുകൾക്കായി ശരീരം ഞങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി തകർത്തു. രക്തം ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നല്ലോ. തുടർന്ന് ഞങ്ങൾ കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കും. ഞങ്ങളുടെ ദാസനെ ശക്തീകരിക്കണമേ. ഗുണശുശ്രൂഷയുടെ ദാസന്മാരെ ബലപ്പെടുത്തണമേ. ഭയഭക്തിയോടെ കർത്താവിന്റെ ശരീരത്തെ വിവേചിച്ചുകൊണ്ട് മേശമേൽ പ്രവേശിപ്പാൻ കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ ശാന്തമായി അടച്ച് ക്രൂശിനെ ധ്യാനിച്ച് വളരെ കൃത്യവും സ്പഷ്ടവുമായി നമ്മുടെ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ രൂപം നമ്മുടെ കണ്ണുകളിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. ശാന്തമായി മനസ്സിനെ ഒന്നും കൂടെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ വിശുദ്ധ മേശയുടെ ശുശ്രൂഷയുടെ മുൻപിൽ തികഞ്ഞ ഭയഭക്തിയോടെ എല്ലാവരുമായി ശുശ്രൂഷയിൽ സഹകാരികളായ വാത്സല്യ സഹോദരങ്ങൾ മുൻപോട്ട് വന്നു. ജോലിച്ചാൻ ഉൾപ്പെടെ സ്വാമിച്ചാന് മുൻപോട്ട് എഴുന്നേറ്റ് വന്ന് ഈ ശുശ്രൂഷയുടെ മുൻപിൽ വിനയപുരസ്സരമായിരുന്നു. കർത്താവിന്റെ വിശുദ്ധ മേശ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുതരുമ്പോൾ അതിൽ ഭാഗവാക്കാവുക, സമ്പൂർണമായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. കേട്ട വചനത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി സമർപ്പിച്ചു. കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വേദഭാഗങ്ങൾ കർത്താവിന്റെ ദാസൻ ഇവിടെ പരസ്യമായി വായിക്കുമ്പോൾ ധ്യാനത്തോടെ പ്രാർത്ഥനയോടെ ഈ മേശയുടെ മുമ്പിലായിരിക്കുക. ഈ മേശ നാം കേട്ട വചനപ്രകാരം ഇന്ന് നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഈ മേശയിലൂടെ ഒരു അനുഗ്രഹം അനുഭവിച്ച് ഇവിടുന്ന് എഴുന്നേറ്റ് പോകും. ഈ വിശുദ്ധ മേശ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന മുഴുവൻ ദൈവമക്കളും എടുത്തിട്ട് ഇവിടുന്ന് പോകാവൂ. ഇത് കരം നീട്ടി എടുക്കുമ്പോ ഒരു നിമിഷം കൂടെ ഈ ഒരു നിമിഷങ്ങൾ കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് പകൽ എന്നെ അതിനുവേണ്ടി യോഗ്യനാക്കണമേ. കർത്താവേ, എന്നെ അതിനുവേണ്ടി യോഗ്യയാക്കണമേ. ഈ മേശയിലൂടെ എനിക്കിന്ന് പകൽ, ഈ രാത്രി ഒരു അനുഗ്രഹം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി പുനഃപ്പെടുത്ത സ്തോത്രം ചൊല്ലി നുറുക്കി, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ തന്നെ താഴെ കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പ്രതീകമാകുന്നു. ഇതേ കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ചോദിച്ചിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിൽ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഈ ദുഃഖേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷാവിലക്കപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. എല്ലാവരും സ്തോത്രത്തിൽ ജാഗരിച്ച്
ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചാട്ടെ. ഒരു നിമിഷം കൂടെ വിശുദ്ധ മേശയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒരുമിച്ച് ഒരുക്കപ്പെട്ട സമർപ്പണത്തോടെ ഇവിടെ വന്നിരിക്കുന്ന നിന്റെ ജനവുമായി നിന്റെ ദാസനാകുന്ന ഞാൻ അടുത്തു വരികയാണ്. ഈ വിശുദ്ധ മേശയിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അവിടുന്ന് കൃപ തരണമേ കർത്താവേ. ഈ വിശുദ്ധ മേശയിൽ നിന്ന് ശുശ്രൂഷ അനുഭവിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാവരെയും നീ അനുഗ്രഹിച്ച് ഒരുക്കി ഇതിന്റെ അരികിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, ഇന്ന് പകരം ജീവൻ കാരണമായി തീരട്ടെ, ശക്തിക്ക് കാരണമായി തീരട്ടെ. അവിടുത്തെ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം പോലെ ഈ മേശ നിമിത്തം ചിലർ സൗഖ്യം പ്രാപിപ്പോൾ ഇടയായി തീരണമേ. അസാധാരണമായ ആത്മശക്തി ഞങ്ങളുടെ നടുവിൽ അപ്പച്ചൻ പകർന്നതിനായി കൃപയോടെ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ബലപ്പെടുത്തും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ഈ അപ്പത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അപ്പത്തെ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചു തരേണ്ടതിന് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അവൻ അപ്പം കരങ്ങളിലെടുത്തു, വാഴ്ത്തി അനുഗ്രഹിച്ച ശിഷ്യന്മാർക്ക് നൽകി. എന്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പീനെന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ കരത്തിലേക്ക് ഈ അപ്പത്തെ ഞങ്ങൾ തരികയാണ്. അവിടുത്തെ ആദർശകാര ഈ അപ്പത്തിന്മേൽ വെക്കണമേ. ആടിപ്പഴുതുള്ള കരം ഇതിന്മേൽ വെച്ച് ഇത് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകി തരണമേ. എന്റെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു പറഞ്ഞ കർത്താവേ, ഇത് ജീവനും ശക്തിക്കും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കുന്നോട് സ്തോത്രം. വിശ്വാസത്തോടെ അവിടുത്തെ കരത്തിൽ നിന്ന് ഈ അപ്പത്തെ ഞങ്ങൾ തിരികെ പ്രാപിക്കുകയാണ്. ഇത് അനുഗ്രഹിച്ചു തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അവൻ അപ്പം കരങ്ങളിൽ എടുത്തു, വാഴ്ത്തി അനുഗ്രഹിച്ച് ശിഷ്യന്മാർക്ക് നൽകി. എന്റെ ശരീരം വാങ്ങി ഭക്ഷിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്തു. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിനായി കാൽവരിയുടെ മലമുകളിൽ നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ തിരു ശരീരത്തിന്റെ ഓർമ്മ ഞാൻ വരുവോളം എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരുളി ചെയ്തു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ
എന്റെ അരികിൽ അപ്പവും വന്നില്ല എന്നുള്ളത് ഞാൻ കിട്ടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരം ഉയർത്താം. Praise the Lord. അയ്യാതെ സ്തോത്രം ചെയ്യുന്നു. ശേഷവൻ പലപാത്ര കരകളിലെടുത്തു വാഴ്ത്തി അനുഗ്രഹിച്ച ശിഷ്യന്മാർക്ക് നൽകി. എന്റെ രക്തത്തിൽ പുതിയ നിയമം വാങ്ങി പാനം ചെയ്തിനെന്ന് വിളിച്ചു. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ ആ ദൃശ്യ കരത്തിലേക്ക് ഞങ്ങൾ ഈ പാനപാത്രം തരികയാണ്. അപ്പൊ അവിടുത്തെ ആണിപ്പോഴുള്ള കരം ഇതിന്മേൽ വെച്ച് ഇത് ഞങ്ങൾ അനുഗ്രഹിച്ച് തരുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരം ഇതിനെ സ്പർശിക്കുന്നത് അമ്മോവിൽ ഞങ്ങൾ ദർശിക്കുകയാണ്. ഈ സായങ്കാലം ഇത് ഞങ്ങളെ അനുഗ്രഹിച്ച് മടക്കി തരുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം ഞങ്ങൾ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടെ അവിടുത്തെ കരത്തിൽ നിന്ന് ഞങ്ങൾ ഈ പാനപാത്രം തിരികെ പ്രാപിക്കുകയാണ്. ഇത് പാനം ചെയ്ത അനുഗ്രഹം അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം കരങ്ങളിൽ എടുത്തു. രക്തത്തിൽ പുതിയ നിയമം വാങ്ങി പാനം ചെയ്യുമെന്ന് കർത്താവ് വിളിച്ചു. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിനായി കാൽകളുടെ മലമുകളിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുണ്യാഹ രക്തത്തിന്റെ ഓർമ്മ ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരുളി ചെയ്തു. നാം കുടിക്കുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരുളി ചെയ്തു.
എന്നാൽ ഇന്ന് രാത്രി വിശുദ്ധന്മാരുടെ പന്തിയിലിരുന്ന് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും പങ്കാളിത്തം വഹിപ്പാൻ ദൈവം എന്ന ഭാഗ്യമോർത്ത് ഒന്നുകൂടെ കരമുയർത്തി സ്തോത്രം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ മേശമേരി നീ വന്നു വിശേഷം ഇത് നമ്മെ വിളിച്ചറിയിക്കുന്ന മഹനീയമായ ചില സത്യം. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ മേശ ഇവിടെ നടന്നിട്ട് ഇന്ന് ഈ വിശുദ്ധ മേശയിൽ പങ്കെടുക്കാത്ത ചില പ്രിയപ്പെട്ട വ്യാധികൾ വാത്സല്യ സഹോദരൻ കൂടി ഞാൻ ചോദിക്കട്ടെ, ഏത് കാരണത്താലാണ് നിങ്ങൾ ഇതിൽ ഒഴിഞ്ഞിരിക്കേണ്ടി വന്നത്? നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളായതുകൊണ്ടല്ലേ ഇന്നും ഈ ആരാധനയിൽ വന്നത്? നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ തടസ്സമായി നിൽക്കുന്നത്? നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ രക്ഷകനെ നിങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചിട്ട് നിങ്ങൾ മടങ്ങി പോകാവും. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വസ്ത്രങ്ങൾ സ്നാനപ്പെട്ടിട്ടില്ല, അത് സത്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ അതനുസരിച്ച് മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയാത്തതിനാൽ എനിക്ക് പലപ്പോഴും അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടി വന്നു. അങ്ങനെ ആരെങ്കിലും സ്നാനപ്പെടാത്ത പ്രിയപ്പെട്ടവർ ഇന്ന് ഈ ആരാധനയിൽ സമ്മതിക്കുന്നെങ്കിൽ വൈകിപ്പോയി എന്ന് നിങ്ങൾ ധരിക്കണ്ട. ഇന്ന് രാത്രി നിങ്ങൾ ഒരു തീരുമാനമെടുക്ക്. എന്റെ കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ അടുത്ത വിശുദ്ധ മേശ നടക്കുമ്പോൾ അതിന് മുൻപായി ഞാൻ സ്നാനമേറ്റ് കർത്താവേ നിന്റെ കൽപ്പന അനുസരിച്ച് ഈ മേശയിൽ ഞാൻ പങ്കാളിയാവുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പുണ്ടെങ്കിൽ സഹോദര സഹോദരി, പാപമാണ്, അത് തെറ്റാണ് എന്ന സത്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഏത് കാര്യമുണ്ടെങ്കിലും അത് ക്രമീകരിച്ച് വിശുദ്ധ മേശയുടെ പങ്കാളിയാവാൻ നിങ്ങളെ സമർപ്പിക്കുക. എല്ലാറ്റിലുപരി നമ്മളെ ഇത് വിളിച്ചറിയിക്കുന്ന മകനീയമായ സത്യങ്ങൾ ചിലതിൽ നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ മാംസമായ ആയിരങ്ങൾ ഈ ദേശത്തുണ്ട്. ഈ ശേഷിക്കുന്ന മേശ അവരെ കൂടിയാണ് വിളിച്ചറിയിക്കുന്നത്. ഇത് അവർക്ക് കൂടിയുള്ള മേശയാണ്. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, കർത്താവേ ഈ ദേശത്ത് അനേകരുണ്ടല്ലോ, അവരെ ഈ മേശയുടെ ഓഹരിക്കാരായി എഴുന്നേൽപ്പിക്കണമേ. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഈ മേശ വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ സത്യം നമ്മുടെ കർത്താവിൽ വരെയും വന്നിട്ടില്ല. അവന്റെ വരവടുക്കൽ വാതിക്കലായിരിക്കുക. ലോകത്തിലെ സംഭവങ്ങളെല്ലാം അവന്റെ വരവിനെ വിളിച്ചറിയിക്കുക. പറഞ്ഞ വചനം നിറവേറുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അവന്റെ വരവടുക്കൽ വാതിക്കലായിരിക്കുന്നു. അതുകൊണ്ട് അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, ഉണരാം, പ്രത്യാശയോടെ ജീവിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി ഈ വിശുദ്ധ മേശയിൽ പങ്കെടുത്തതിന്റെ സന്തോഷം എത്ര വലുതാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ആയിരം ആയിരം കോടി വിശുദ്ധന്മാർ അവനോട് ഒരുമിച്ച് പന്തിയിലിരിക്കുന്ന ആ മകൾ സതിരത്തെ, ആ സുദിനത്തെ ആത്മാവിനോട് കണ്ട് ദൈവത്തിനൊന്നുകൂടെ ബഹുദൂരം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ സമയത്ത് സഹോദരന്മാർ പരസ്പരം, സഹോദരിമാർ പരസ്പരം വിശുദ്ധ ചുംബനം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അർപ്പിക്കാനും കൂടെയുള്ള സ്ഥലമാണ്. വിലപ്പെട്ട അവസരത്തെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.